ഒരു മാഗസിനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ബ്രസ്റ്റ് ക്യാൻസർ സർവൈവർ ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് അവർക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ ഒരു കുഞ്ഞുവാവ ഉണ്ടായി. ഞങ്ങളിവിടെ പ്രിഫർ ചെയ്തത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അരവിന്ദ് സാർ ആയാലും ശരി, രേഷ്മ മാം ആയാലും ശരി, അപ്പോൾ എന്തെങ്കിലും ഒരു സംശയം വന്നു, ഇത് എത്ര എടുക്കണം, അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നി, ഒരു ചെറിയ ബ്ലീഡിങ് എന്തെങ്കിലും തോന്നി, എപ്പോൾ വിളിച്ചാലും, ഈവൻ നൈറ്റിൽ വിളിച്ചാലും അവർക്ക് പറ്റുമെങ്കിൽ അവർ ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഫോൺ എടുത്തിരിക്കും. എൻ്റെ മദറിൻലോ എൻ്റെ അടുത്ത് പറയും, ധൈര്യമായിട്ട് നീ പറഞ്ഞു, നീ IVF ആണ് ചെയ്തിരിക്കുന്നത്. അത് ഇപ്പോൾ ഒരുപാട് കപ്പിൾസിന് ഒരു പ്രതീക്ഷയും ഒരു ജീവിതം കൊടുക്കുന്ന ഒരു പുണ്യമായ പ്രവൃത്തിയാണ് ഇത് ശരിക്കും. എൻ്റെ പേര് ധന്യ എന്നാണ്, ഹസ്ബൻഡിൻ്റെ പേര് അരുൺ എന്ന്. ഞങ്ങൾ കണ്ണാടിയിലാണ് താമസം, ഇവിടെ പാലക്കാട് തന്നെ. ഹോസ്പിറ്റലിൽ ഞങ്ങൾ ആദ്യമായിട്ട് കേട്ടത് എവിടെയെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ ഒരു മാഗസിനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ക്യാൻസർ സർവൈവർ ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ, ബ്രസ്റ്റ് ക്യാൻസർ സർവൈവർ ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് 2 ബ്രസ്റ്റും റിമൂവ് ചെയ്തതിന് ശേഷം അവർക്ക് ഇവിടെ ഒരു കുഞ്ഞുവാവ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ആ ഒരു കേസ് കേട്ടതിന് ശേഷമാണ് ഞങ്ങളിവിടെ പ്രിഫർ ചെയ്തത്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ നല്ലൊരു പെരുമാറ്റമാണ്. പുറമേയുള്ള ഹോസ്പിറ്റൽസിനെക്കാട്ടിലും വളരെ നല്ല പെരുമാറ്റം. ഡോക്ടേഴ്സ് ആയാലും സിസ്റ്റേഴ്സ് ആയാലും, ഈവൻ ഒരു റിസപ്ഷനിസ്റ്റ് ആയാൽ പോലും അവർ വളരെ നന്നായിട്ട് നമ്മുടെ ഒരു വീട്ടിലെ മെമ്പേഴ്സിനെ മാതിരിയാണ് പെരുമാറുന്നത്. പിന്നെ ഞങ്ങൾ കുറേ ട്രീറ്റ്മെൻറ്റ് പുറത്തൊക്കെ നോക്കിയിട്ടുണ്ട്. ചിലവർ ഞങ്ങൾക്ക് കുട്ടികളെ ഉണ്ടാവാൻ പോണ കേസല്ല എന്നടക്കം നമ്മുടെ മുഖത്ത് നോക്കി ഒരു ഫീലിങ്സ്, നമ്മുടെ ഫീലിങ്സിനെ റെസ്പെക്റ്റ് ചെയ്യാണ്ട് പറഞ്ഞ കുറേ ഡോക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വളരെ നല്ലൊരു ട്രീറ്റ്മെൻറ്റുമാണ്, നല്ല പെരുമാറ്റം. ഏറ്റവും വലിയ കാര്യം നമുക്ക് വേണ്ടത് ഡോക്ടേഴ്സ് നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കണം. അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. നമ്മൾ അവരെ പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത്. അവരുടെ അടുത്ത് നല്ലൊരു റിസൾട്ട് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ, നമുക്കൊരു പോസിറ്റീവ് എനർജി അത് തീർച്ചയായിട്ടും ഇവിടുത്തെ ഓരോ ആൾക്കാരുടെ അടുത്തും നമുക്ക് കിട്ടും. പാലക്കാട് ഞാനും ധന്യയും കൂടെ ഇവിടുത്തെ ഒരു പ്രശസ്തയായിട്ടുള്ളൊരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ആദ്യമായിട്ട് ആ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്താണ് പോയത്. പക്ഷേ കുറച്ച് ടെസ്റ്റിനൊക്കെ എഴുതി തന്നു. ആ ടെസ്റ്റിൻ്റെ റിസൾട്ടും കൊണ്ട് ഞങ്ങൾ ആ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ആ ഡോക്ടർ ആ ഫയൽ മേശപ്പുറത്തേക്ക് എറിഞ്ഞിട്ടും കൊണ്ട് നിങ്ങൾക്കൊന്നും ഉണ്ടാവാൻ പോവില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വളരെ സങ്കടമായി അത് കേട്ടപ്പോൾ. കാരണം ആ ഡോക്ടർക്ക് പറയാമായിരുന്നു, നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാവും, പക്ഷേ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കുട്ടികളുണ്ടാവും. അങ്ങനെയാണ് ഒരു ഡോക്ടർ പറയേണ്ടത്. പക്ഷേ അങ്ങനെയില്ല പറഞ്ഞത്. ഇതൊന്നും നമ്മുടെ ആരെയും കുറ്റമല്ല. പക്ഷേ ആ ഡോക്ടറെ ആ ഫയൽ ഇങ്ങനെ മേശപ്പുറത്തേക്ക് ഇട്ടിട്ട് നിങ്ങൾക്കൊന്നും കുട്ടികൾ ഉണ്ടാവാൻ പോകില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രശസ്തിയുള്ള ഒരു ഇൻഫെർട്ടിലിറ്റി സെൻ്ററിലേക്ക് ഞങ്ങൾ ഇതുപോലെ തന്നെ പോയി. അവിടെ ആ ഹോസ്പിറ്റലിൽ നിന്നും ഞങ്ങൾക്ക് വളരെ മോശമായിട്ടുള്ള ഒരു റെസ്പോൺസാണ് കിട്ടിയത്. അവിടുത്തെ മെയിൻ ഡോക്ടറും അവിടുത്തെ ആ ഡോക്ടറെ കൂടെയുള്ള സബായിട്ടുള്ള ബാക്കിയുള്ള ഡോക്ടേഴ്സും എല്ലാവരും കൂടെ ഒരു കോൺഫറൻസ് ഹാളിൽ പോലെ ഇരിക്കുന്ന മാതിരി അങ്ങനെ ഇരുന്നുകൊണ്ടായിരുന്നു ഓരോ പേഷ്യൻസിനെയും വിളിച്ച് എല്ലാ റിസൾട്ടും അവർ കളക്ട് ചെയ്ത് ആ ഡോക്ടർ അവസാനം അങ്ങനെയാണ് പറയുക. പക്ഷേ വളരെ മോശമായിട്ടാണ് ആ ഡോക്ടറും. നമുക്ക് ഒരു കോൺഫിഡൻസ് ഒന്നും അവരുടെ അടുത്ത് നിന്ന് കിട്ടില്ല. ഇപ്പം ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ 8.5 മാസത്തോളമാണ്. അവർക്ക് പറയാം നിങ്ങൾക്ക് ഇന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ കിട്ടും. ഇപ്പം എങ്ങനെ ഉണ്ടായി? അപ്പോൾ നമ്മളൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്, നമ്മൾ ദൈവത്തെ പോലെ ഈ ഡോക്ടേഴ്സിനേക്ക് കരുതിയിട്ടാണ് നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ടും കൊണ്ട് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടും നമ്മൾക്കൊരു കുട്ടി കിട്ടണമെന്നുള്ള അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പോണത്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള പെരുമാറ്റങ്ങൾ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഭയങ്കര സമാധാനമുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡോക്ടറെ വൈഫിനെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ഡോക്ടറൊക്കെ എനിക്ക് എൻ്റെ മകനെയും മാതിരിയാണ്. അങ്ങനെയാണ് ഞങ്ങളോട് പെരുമാറിയിരിക്കുന്നത്. ഡോക്ടറെ വൈഫും അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരുടെ അടുത്തുനിന്നും വളരെ നല്ല ഒരു പെരുമാറ്റമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ എല്ലാവരോടും ഈ ഒരു ഹോസ്പിറ്റലിനെ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പ്രഗ്നൻ്റ് ആയത്
IVF ICSI എന്നുള്ള ട്രീറ്റ്മെൻറ്റ് മുഖാന്തരമാണ്. കോമൺ ആയിട്ട് എല്ലാവരും അറിയപ്പെടുന്നത് IVF എന്നാണ് പറയുക. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, പലരും ഈ IVF ആണ് എന്ന് പുറത്ത് പറയാൻ മടിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്താ വെച്ചാൽ ഈ IVF എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ഒരു പ്രോസസ്സാണ്. അത് ഒരുപാട് പേരുടെ പഠിത്തവും അവരുടെ റിസർച്ചും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. എൻ്റെ മദർ ഇൻ ലോ ആണത്. എൻ്റെ മദർ ഇൻ ലോ എൻ്റെ അടുത്ത് പറയും, നീ ധൈര്യമായിട്ട് പറഞ്ഞോ, ധൈര്യമായിട്ട് നീ പറഞ്ഞോ, നീ IVF ആണ് ചെയ്തിരിക്കണത്, ആരോട് വേണമെങ്കിലും നീ പറഞ്ഞോ, നീ അങ്ങനെ മടിക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ ഈ കോൺസെപ്റ്റ് എൻ്റെ മദർ ഇൻ ലോ പറഞ്ഞതാണ്. ഒരുപാട് പേരുടെ റിസർച്ചും കഷ്ടപ്പാടും ഉറക്കമില്ലായ്മയിൽ നിന്നും ഉണ്ടായ ഒരു റിസൾട്ടാണ് ഈ IVF അല്ലെങ്കിൽ ICSI എന്നുള്ള ട്രീറ്റ്മെൻറ്റ്. അത് ഇപ്പോൾ ഒരുപാട് കപ്പിൾസിന് ഒരു പ്രതീക്ഷയും ഒരു ജീവിതവും കൊടുക്കുന്ന ഒരു പുണ്യമായ പ്രവൃത്തിയാണ് ഇത് ശരിക്കും. അപ്പോൾ അത് ICSI അല്ലെങ്കിൽ IVF എന്ന് പുറത്ത് പറയാൻ ആരും മടിക്കേണ്ട എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ. അത് എല്ലാവരോടും ഞാൻ പറയാം, ഇവിടെ വരുന്ന അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലിൽ, നിങ്ങൾ ഏതൊരു ഫെർട്ടിലിറ്റി ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾക്കൊരു റിസൾട്ട് ഉണ്ടായാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം അത് IVF ആണ് എന്നുള്ളത്. അതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു അഭിപ്രായം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അരവിന്ദ് സാർ ആയാലും ശരി, രേഷ്മ മാം ആയാലും ശരി, വളരെ വളരെ നല്ല, നമ്മളെ ഒരു തരത്തിലും ഹേർട്ട് ചെയ്യില്ല എന്ന് മാത്രമല്ല, നമുക്ക് വളരെ പോസിറ്റീവായിട്ടാണ് നമ്മുടെ ഓരോ നിമിഷത്തെ നമ്മൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഓരോ നിമിഷവും നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വൈബാണ് നമുക്ക് കിട്ടുന്നത്. ഈവൻ സാറിൻ്റെ അച്ഛനായാൽ പോലും. അപ്പോൾ അവരായാലും നമ്മുടെ അടുത്തൊരു സ്വന്തം മോളെ പോലെ, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ നമ്മുടെ ഓരോ സംസാരം, പാത്തുക്കലാമ, പണിക്കലാമ, കവളപ്പെടാതിങ്ങമ്മ, ഇങ്ങനെ ഓരോന്നും ഓരോ വാക്കുകളും അങ്ങനെയൊക്കെയാണ് അവരുടെ ഇത്. അല്ലാണ്ട് നമ്മളെ ഒരു തരത്തിലും ഹേർട്ട് ചെയ്യില്ല എന്ന് മാത്രമല്ല, ഒരു സങ്കടം തോന്നുന്ന ഒരു രീതിയിലുള്ള പെരുമാറ്റം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ സിസ്റ്റേഴ്സ്, ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫും നമുക്ക് വേണ്ട രീതിയിലുള്ള പ്രതികരണം നമുക്ക് തരും. നമ്മളെപ്പോൾ വിളിച്ചാലും അവർ ഫോണിൽ റെസ്പോണ്ട് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു മരുന്ന്, ഈ ഒരു ഇഞ്ചക്ഷൻ, എൻ്റെ ഇഞ്ചക്ഷൻസൊക്കെ എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് എടുത്തു തന്നിരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു സംശയം വന്നു, ഇത് എത്ര എടുക്കണം അല്ലെങ്കിൽ എങ്ങനെ എടുക്കണം എന്നുള്ളൊരു സംശയം വന്നു കഴിഞ്ഞാൽ ഏത് രാത്രിയിൽ വിളിച്ചാലും അവർ ഫോൺ എടുക്കും. അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നി, ഒരു ചെറിയ ബ്ലീഡിങ് എന്തെങ്കിലും തോന്നി, അങ്ങനെ അപ്പോൾ വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും, ഈവൻ നൈറ്റിൽ വിളിച്ചാലും അവർക്ക് പറ്റുമെങ്കിൽ അവർ ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഫോൺ എടുത്തിരിക്കും. പിന്നെ എല്ലാവർക്കും ഓരോ പേഴ്സണൽ കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ആ ഒരു പ്രശ്നം കാരണം ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റിയില്ല എന്ന് വരും. എന്നാൽ അവർ എന്നെ തിരിച്ച് വിളിച്ച പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ മരുന്നുകൾ ഓരോന്നും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. പിന്നെ ഈ IVF ആണ്, ഫുൾ ടൈം ബെഡ് റെസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫുൾ ടൈം ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കണം എന്നുള്ളൊരു കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കുറേ പേര് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല. ഞാൻ എൻ്റെ 15 ഡേയ്സ് ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് പോലും ഞാൻ അങ്ങനെ ഒരു ബെഡ് റെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം എൻ്റെ വീട്ടിലുള്ള കുറച്ച് ജോലികളൊക്കെ ഞാൻ ചെയ്തിരുന്നു. വർക്ക് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്ത് പോയി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വീട്ടിലുള്ള അത്യാവശ്യമുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു. അങ്ങനെ പൂർണ്ണമായിട്ടുള്ള ബെഡ് റെസ്റ്റ് ഒന്നും എനിക്ക് ആവശ്യം വന്നിട്ടില്ല. ഇന്നേ വരെയും എനിക്ക് അങ്ങനെ ഒരു കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ്, കട്ടിലിൻ്റെ മുകളിൽ നിന്ന് എണീക്കാൻ പാടില്ല എന്നുള്ളൊരു ഇതും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് അത്യാവശ്യം പുറത്ത് പോകാറുണ്ട്, സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പിന്നെ അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ച് ചിലപ്പോൾ ഡോക്ടേഴ്സ് എന്തെങ്കിലും സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് എല്ലാ IVF പേഷ്യൻസും കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ത്രൂ ഔട്ട് 9 months കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണം എന്നുള്ളത് ഒരു മിസ്കൺസെപ്ഷൻ മാത്രമാണ്.